ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. ഉൽപ്പത്തി 2:15. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരാൾക്ക് മറ്റൊരാളുടെ മേലുള്ള അവകാശങ്ങളെക്കുറിച്ചല്ല, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനോടൊക്കെ ബന്ധപ്പെടുന്നുവോ അവയുടെയൊക്കെ സംരക്ഷകരാകുക. മനുഷ്യൻ മാത്രമല്ല, പുല്ലും പൂവും പുഴുവും കിളിയുമൊക്കെ ഉൾപ്പെടുന്ന പ്രകൃതിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യനെ ദൈവം ആദിയിൽ ഏൽപ്പിക്കുന്ന ഏക ചുമതല അതാണ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അപ്പോൾ നമ്മൾ ആരും മണ്ണിൻ്റെ ഉടമസ്ഥരല്ല, വെറുതെ അല്ലെങ്കിൽ വെറും കാര്യസ്ഥർ മാത്രമാണ്. മണ്ണ് സംരക്ഷിക്കാൻ കടമയുള്ള മനുഷ്യന് തൻ്റെ സഹോദരന് കാവലാകാൻ അതിലേറെ കടമയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരാൾക്ക് കാവലാകുക എന്നാൽ അയാൾക്ക് ഇടയനായിരിക്കുക എന്നാണ് അർത്ഥം. പല തലങ്ങളിൽ നമ്മൾ സഹോദരന് കാവൽ നിൽക്കേണ്ടതുണ്ട്. അവരൻ്റെ ജീവന്റെയും സ്വകാര്യതയുടെയും സൽപ്പേരിൻ്റെയും നന്മയുടെയും ഒക്കെ കാവലാളാകുക. അപ്പോൾ ഒരാളുടെ ഇടർച്ചകളെ എങ്ങനെ കാണണം എന്നാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. വഴി തെറ്റിയതിനെ തിരികെ കൊണ്ടുവരേണ്ടതും ഇടയൻ്റെ ധർമ്മമാണ്. അത് പക്ഷേ ക്രിസ്തു പഠിപ്പിക്കുന്നത് പോലെ മറ്റൊരാളിൻ്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഏർപ്പെടേണ്ട വളരെ പരിപാവനമായ ഒരു കർമ്മമാണ്. ഗാഢമായ സ്നേഹവും ആദരവും ഉള്ളവർക്ക് മാത്രമേ മറ്റൊരാളോട് അങ്ങനെയുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കരുതാൻ സാധിക്കുകയുള്ളൂ. ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥയിലെ ഗോവിന്ദൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അസാധാരണമായ ഒരു കൂട്ടിനിരിപ്പിനായിരുന്നു അയാൾക്ക് ലഭിച്ച ഉത്തരവാദിത്വം. ഒരിക്കൽ അയാൾ തൻ്റെ സഹസന്യാസികളോടൊത്ത് വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. വഴിയരികിൽ ഒരാൾ ഗാഢമായ നിദ്രയിലാണ്. വനത്തിൽ ഒറ്റയ്ക്കൊരാൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ ഉണ്ടാകുന്ന അപകടമോർത്ത് അയാൾ യാത്ര നിർത്തി അപരിചിതനായ ആ മനുഷ്യന് കൂട്ടിരിക്കുന്നു. അതായത് അയാൾ ഉണർന്നു വരുന്നത് വരെ കൂട്ടിരുന്നു എന്നാണ് ആ കഥയിൽ നമ്മൾ വായിക്കുന്നത്. ഇത്ര അലിവോടെ ആരും കാവൽ നിൽക്കാനോ സംരക്ഷിക്കാനോ ഇല്ല എന്നതാണ് നമ്മുടെ സങ്കടം. ആരുമില്ലാത്തവർക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അത് മണ്ണിനായാലും മനുഷ്യനായാലും ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ തുടങ്ങുന്ന ദൈവത്തിൻ്റെ കരുതലാണ്. മനുഷ്യൻ പുറത്താക്കപ്പെട്ടതോടെ ഏദൻ തോട്ടം അനാഥമാകുന്നു. പിന്നെ ദൈവം കെരൂബുകളെ തോട്ടത്തിന് കാവൽ നിർത്തി എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ശക്തമായ സൈന്യത്തോടൊപ്പം പോരാടേണ്ടി വന്ന ഇസ്രായേൽ മക്കളുടെ ദുർബല സൈന്യത്തോടൊപ്പം ദൈവം മാലാഖമാരെ അയച്ച് അല്ലെങ്കിൽ ദൂതന്മാരെ അയച്ച് എത്രയോ വട്ടം പോരാടിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൂതന്മാർ മാത്രം പോരാ, മനുഷ്യനും മനുഷ്യന് കാവലാകേണ്ടതുണ്ട്. കാലങ്ങളായി ഈ ഒരു വലിയ ഉത്തരവാദിത്തം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് ആലംബമാകുക എന്നത് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത്
ഏറ്റവും വലിയ തിന്മയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ലെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ദൈവം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ ഏദൻ തോട്ടത്തിൻ്റെ കാവലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ചോദ്യമുണ്ട്. നിന്റെ സഹോദരൻ എവിടെ? കയനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു ചോദ്യമാണ്. നിന്റെ സഹോദരൻ എവിടെ? അപ്പോൾ ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാർ എന്ന മറുചോദ്യം ഉന്നയിച്ച് ഒഴിഞ്ഞു മാറാനൊന്നും ആർക്കും കഴിയില്ല. മനുഷ്യനോളം കരുതൽ ആവശ്യമുള്ള മറ്റൊരു സൃഷ്ടിയും ഭൂമിയിലില്ല. എത്രയോ പേരുടെ കരുതലും കാവലുമാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം ഇങ്ങനെ രൂപപ്പെട്ട് പച്ച പിടിച്ച് വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആലംബമാകാൻ നമുക്കുള്ള കടമ വളരെ വലുതാണ്. ഇടയനെക്കുറിച്ചുള്ള ചിന്തകളാണ് 2 ദിവസമായി നമ്മൾ കണ്ടത്. തേടി ചെല്ലുന്ന ഇടയനായി ദൈവം തൻ്റെ മക്കളോട് കൂടെയുണ്ട് എങ്കിൽ ആ ഉത്തരവാദിത്വത്തിൻ്റെ പങ്കുകാരാകാൻ നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ആ ഒരു വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. മറ്റുള്ളവരോട് അലിവും കരുണയുമുള്ളവരായി, മറ്റുള്ളവരുടെ സംരക്ഷകരായി, കൂട്ടിരിപ്പുകാരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് വിളിച്ചിരിക്കുക കൊണ്ട് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ശരണപ്പെടുന്നു. ഞങ്ങളെ കാത്ത് ആലോചന നൽകി പരിപാലിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ കൃപയിൽ പുതിയ വർഷം ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.